നമ്മളിന്ന് കാലിക്കറ്റ് ബീച്ചിനെ പറ്റി ഓക്കെ സീ ഫുഡ് സ്ട്രീറ്റ് ഫുഡ്സ് ആൻഡ് കോഴിക്കോട് ബീച്ച് നമ്മൾ ഒരുപാട് പ്രിയം വെക്കുന്ന ഒരിടമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. അവിടെയുള്ള കാഴ്ചകൾ, സൺസെറ്റ് വ്യൂ, അതുപോലെ തന്നെ അവിടെയുള്ള കച്ചവടങ്ങൾ, ഓക്കെ കല്ലുമ്മക്കായ പോലെയുള്ള ഐശ്വര്യതി പോലെയുള്ള സോ നമുക്ക് അത് ഇവിടെയൊക്കെ കിട്ടുമെങ്കിൽ അവിടെ പോയി കഴിക്കുമ്പോൾ ഓക്കെ അതൊരു വേറൊരു വൈബായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. സോ കോഴിക്കോടിന് റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഉണ്ട്. ഒരു അറബികളും അതുപോലെ തന്നെ വാസ്കോഡ ഗാമ പോലെയുള്ള വിദേശ ശക്തികളൊക്കെ വന്ന ഒരിടം എന്ന ആ ഒരു ഖ്യാതി കോഴിക്കോടിനുണ്ട്. സോ ബീച്ച് എന്നുള്ളത് കേവലം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രദേശം മാത്രമല്ല, അവിടെയുള്ള വ്യൂസ് അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവിടെയുള്ള കാർട്ട് വ്യൂസ് അതായത് വണ്ടികളിൽ എന്ത് ചെയ്യുന്ന വണ്ടികളിൽ വിൽക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഷോപ്പ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജീവിത മാർഗമാണ്. അവരുടെ ഉപജീവനം സാധ്യമാകുന്നത് അവിടെയുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, അത് ശരിക്കും അവരുടെ ഒരു ജീവിത മാർഗം. പലർക്കും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ ആളുകൾ ആർട്ടിസ്റ്റുകൾ അതുപോലെ സിംഗേഴ്സ് ഒക്കേഷണലായിട്ട് അവിടെ കൂടുകയും മുട്ടിപ്പാട്ട് അതുപോലെ തന്നെ കഥകളി ഒരുപാട് ആർട്ട് ഫോംസ് അവിടെ എന്ത് ചെയ്യുന്നു, പ്രദർശിപ്പിക്കുന്നു എന്നുള്ളത്. സോ അതൊരു കൾച്ചറൽ സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് വിവിധ ഒരു സൗഹാർദ്ദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മനസ്സിന് കുളിർമയേകുന്ന ഈ ഒരു അതുപോലെ തന്നെ ശരീരത്തിന് മനസ്സിന് കുളിർമയേകുന്ന സീ ബ്രീസ്, കടൽ കാറ്റുകൾ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇടം. നേച്ചറൽ സ്പ്ലെൻഡർ ആൻഡ് ഡീപ്പ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഉണ്ട്. സെക്കൻഡ് പോയിന്റ്, the Arabian Sea's spectacular sunset view exploding into spectacular shades of fairy, orange, deep crimson and soft pink ഇത്യാദി നിറത്തിലുള്ള വ്യൂസ് സൺസെറ്റ് വ്യൂ എന്ന് പറഞ്ഞത് നമുക്ക് എന്താണ്, അത് കണ്ടു തന്നെ നമ്മൾ അനുഭവിക്കണം. കോഴിക്കോട് ലൈറ്റ് ഹൗസ് ആൻഡ് ഓൾഡ് പിയേഴ്സ് ആർ ദ ടു ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ്. കോഴിക്കോട് കാണുന്ന കുറച്ച് പഴക്കമുള്ള കോഴിക്കോട് ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ ഓൾഡ് പിയേഴ്സ് അതായത് ഓൾഡ് ബ്രിഡ്ജസ് രണ്ട് പാലങ്ങൾ, അതായത് പഴക്കം ചെന്ന പാലങ്ങൾ, വിദേശികൾ ആ ഒരു ടൈമിലൊക്കെ പാലങ്ങൾ, അതുപോലെ ലൈറ്റ് ഹൗസ് എന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ അതൊക്കെ നമുക്ക് ഒരുപാട് കുളിർമ ഉണ്ടാക്കുന്നു. റിച്ച് കുളിനറി ലാൻഡ്സ്കേപ്പ്, അതുപോലെ തന്നെ ഭക്ഷണം, പാചക രീതികൾ, കല്ലുമ്മക്കായ, അരിക്കതിക, ഐശ്വര്യതി. അപ്പോൾ ഐശ്വര്യതി ഉണ്ടാക്കുന്ന നട്ട് ഫ്രൂട്ട്സും റോസ്റ്റഡ് പീനട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഷുഗർ സിറപ്പും ഒക്കെ ചേർത്തിട്ടാണ്. അതുപോലെ തന്നെ വൈബ്രൻറ്റ് ഫുഡ് കാർട്സ്, ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ്, ഇതിൻ്റെയൊക്കെ ഒരു ഈറ്റില്ലമാണ് ശരിക്ക് കോഴിക്കോട് എന്ന് കോഴിക്കോട് ബീച്ച്